നമ്മൾ ഈ വീഡിയോ കാണുന്ന ഈ സെക്കൻഡിൽ നിങ്ങളുടെ ഹൃദയ രക്തധമനികൾക്കകത്ത് ഒരു പ്രത്യേക തൊലി ചിലപ്പോൾ റിപ്പയർ ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ കേടുവരുന്നുണ്ടാവാം. നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും, അത് ഭക്ഷണത്തിൻ്റെതാവട്ടെ, ശ്വാസത്തിൻ്റെതാവട്ടെ, ചിട്ടകളുടേതാവട്ടെ, അതെല്ലാം ഈ തൊലിയെ ഓരോ മിനിറ്റിലും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഏതാണ് ഈ തൊലി എന്നുള്ളതും ഈ തൊലിയുടെ ജോലി എന്താണെന്നുള്ളതും ഈ തൊലി എങ്ങനെ കേടുവരുന്നു, എങ്ങനെ അത് നമുക്ക് ചിട്ടകളിലൂടെ നന്നാക്കിയെടുക്കാം, എന്തുകൊണ്ടാണ് ഹൃദ്രോഗത്തിന് ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ തൊലിയുടെ കേടാണ് എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ തൊലിയുടെ പേരാണ് എൻഡോത്തീലിയം. 1 മില്ലിമീറ്ററിന്റെ 1000ൽ 1 മാത്രമാണ് ഇതിന്റെ കട്ടി. ഈ തൊലി നമ്മുടെ ശരീരത്തിലെ ഒരു മാസ്റ്റർ റെഗുലേറ്റർ ആണ്. ഇതിന്റെ ഒന്നാമത്തെ ജോലി തന്നെ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് കാരണം രക്തധമനികൾ വികസിച്ച് നിൽക്കുന്നുണ്ട്, ഇലാസ്റ്റികത നിലനിർത്തുന്നുണ്ട്. രണ്ടാമത്തത്, ഇതൊരു ടെഫ്ലോൺ കോട്ട് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫ്രൈയിങ് പാനിലെ കോട്ടിങ് പോലെ സ്മൂത്ത് ആണ്. ഈ കോട്ടിംഗ് ഉള്ളത് കാരണമാണ് രക്തധമനികളിൽ രക്തം സ്വതവേ കട്ട പിടിക്കാത്തത്. മൂന്നാമത്തത്, ഇത് നീർക്കെട്ടുണ്ടാക്കുന്ന പ്രവൃത്തിയെ തടയുന്നുണ്ട്. നാലാമത്തത്, ഇത് കൊളസ്ട്രോൾ രക്തധമനികളിൽ ഇടിച്ചു കയറി പ്ലാക്ക് ഉണ്ടാക്കുന്നത് തടയുന്ന ഒരു പ്രൊട്ടക്ടറാണ്. മാത്രമല്ല, ഇത് വളരെ സജീവമായ ഒരു കോശമാണ്. 1000ലധികം നല്ല കെമിക്കൽസ് ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് വളരെ റെസ്പോൺസീവ് ആണ്. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്വഭാവം ഇംപ്രൂവ് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പുള്ളൊരു ഭക്ഷണം കഴിച്ചാൽ ഇത് മോശം സ്വഭാവത്തിലേക്ക് പോവാണ്. വളരെ സജീവമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനത്തിനനുസരിച്ച് ഒന്നുകിൽ എൻഡോത്തീലിയം ജീവിക്കും, അല്ലെങ്കിൽ എൻഡോത്തീലിയം മരിക്കും. ഇനി എൻഡോത്തീലിയത്തിന് കേട് വന്നാൽ, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ വന്നാൽ എന്താണ് സംഭവിക്കുക? ഏതൊരു വ്യക്തിയുടെയും ഹൃദ്രോഗത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ആണ്. നൈട്രിക് ഓക്സൈഡ് അവിടെ കുറയാണ്. അതുകൊണ്ട് തന്നെ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു, രക്തധമനികൾ ചുരുങ്ങുകയാണ്, വാസോ കൺസ്ട്രിക്ഷൻ നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഫ്ലമേറ്ററി സെൽസ് കുന്നുകൂടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് രക്തം കട്ട പിടിക്കാനുള്ള പ്രവണത കൂടുകയാണ്. കൊളസ്ട്രോളുകൾ രക്തധമനികൾക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയാണ്. അവിടെ പ്ലാക്ക് ഉണ്ടാവുകയാണ്. അത് ബ്ലോക്ക് ഉണ്ടാക്കുന്നു. എൻഡോത്തീലിയത്തെ ഈ രൂപത്തിൽ നശിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഭക്ഷണത്തിലെ ട്രാൻസ് ഫാറ്റുകൾ, ഷുഗർ കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ഹൈ ഹീറ്റ് കുക്കിംഗ് മെത്തേഡുകൾ, പ്രോസസ്ഡ് ഫുഡുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ പ്രശ്നങ്ങളായ സ്ഥിരമായിട്ടുള്ള സ്ട്രെസ്, ഉറക്കമില്ലായ്മ, ഇരുന്നുള്ള ജോലി ചെയ്യൽ, എക്സർസൈസ് ചെയ്യാതിരിക്കൽ, BP കൂടുക, പ്രമേഹം, കൊളസ്ട്രോൾ കൂടുക, ഇതെല്ലാം എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കും. ഇനി എൻഡോത്തീലിയത്തെ എങ്ങനെ നമുക്ക് നന്നാക്കിയെടുക്കാം? ഭക്ഷണത്തിൽ കൂടുതലായിട്ടും omega-3 ഫാറ്റി ആസിഡ് ഉൾപ്പെടുത്തുക, ഇലക്കറികൾ, ബീട്രൂട്ട്, ഉറുമാമ്പഴം, ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് എൻഡോത്തീലിയത്തിനുള്ള ഒരു സൂപ്പർ ഫുഡാണ്. മറ്റൊരു പ്രധാന മാർഗം 16 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യുക, നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടുക, ഇതെല്ലാം എൻഡോത്തീലിയത്തെ റിപ്പയർ ചെയ്യാണ്.